കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾസ് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ, അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആർട്ടിക്കിൾസിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എ ഓർ ആൻ അല്ലേ, എ ആൻ എന്നിവയാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വരുന്നത്. അതായത് ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്യാതെ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ, ആർട്ടിക്കിൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക നൗണിന്റെ മുമ്പിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു നൗണിന്റെ മുമ്പിലാണ് എപ്പോഴും ആർട്ടിക്കിൾ വരിക എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു നൗണിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാതെ ജനറലി നമ്മൾ പൊതുവായി പറയുകയാണെങ്കിൽ എയോ അല്ലെങ്കിൽ ആനോ വെച്ചിട്ടുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. ഇനി ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഏതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദ. ഓക്കെ, അപ്പൊ ദ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിന്റെ പർപ്പസ് എന്താണ്? ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് യൂസസ് ഓഫ് എ ഓർ ആൻ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ, ആൻ എന്നിവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എ ആൻഡ് ആൻ ആർ യൂസ്ഡ് ബിഫോർ എ സിംഗുലർ നൗൺ when they are introduced for the first time. ഓക്കെ, when they are introduced for the first time. അതായത് ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിനോടൊപ്പമാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ എന്നീ ആർട്ടിക്കിൾ ഉപയോഗിക്കുക. എപ്പോഴാണ്? when they are introduced for the first time. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ആ നൗണിനെ കുറിച്ച് പറയുന്നത് എങ്കിൽ, ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ആ നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. സിംഗുലർ കൗണ്ടബിൾ നൗണിനോടൊപ്പം ആ സിംഗുലർ കൗണ്ടബിൾ നൗണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പറയുന്നത്, ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ ആ നൗണിനെ കുറിച്ച് പറയുന്നത് എങ്കിൽ അവിടെ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ an article needs a noun in absence of which we cannot use any article. ഒരു ആർട്ടിക്കിളിന് നമ്മൾ പറഞ്ഞു നൗൺ എന്തായാലും വേണം, നൗണിന്റെ മുമ്പിലാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാം അല്ലേ. അതിൻ്റെ നൗൺ ഇല്ല എങ്കിൽ, ഒരു സെന്റൻസിൽ നൗൺ ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഷീ ഈസ് എൻ എക്സലന്റ് സ്റ്റുഡൻറ്. ഷീ ഈസ് എൻ എക്സലന്റ് സ്റ്റുഡൻറ്. ഇവിടെ സ്റ്റുഡൻറ് എന്നുള്ള നൗണിനോടൊപ്പം, നൗൺ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആർട്ടിക്കിൾ യൂസ് ചെയ്തത് ആ സെന്റൻസിൽ. അതേപോലെ തന്നെ രാഹുൽ ഈസ് എ ഗുഡ് ബോയ്. രാഹുൽ ഈസ് എ ഗുഡ് ബോയ്. ഇവിടെ ബോയ് എന്നുള്ള നൗൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ അവിടെ കൊടുത്തത്. ഇനി അതേപോലെ തന്നെ ഷീസ് എക്സലന്റ്. ഷീസ് എക്സലന്റ്. ഈ ഒരു സെന്റൻസ് നോക്കൂ, അതിൽ ആർട്ടിക്കിൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ ഇല്ലാത്തത്? ആ ഒരു സെന്റൻസിൽ നൗൺ ഇല്ല അല്ലെ. അതിലെന്തേ ഉള്ളൂ? അഡ്ജക്റ്റീവ് മാത്രമേ ഉള്ളൂ. അഡ്ജക്റ്റീവും സബ്ജക്റ്റും പിന്നെ അതേപോലെ ഓക്സിലറി വെർബായിട്ടുള്ള മെയിൻ വെർബായിട്ട് ഓക്സിലറി വെർബും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലെന്തില്ല? ഒരു നൗൺ ഇല്ല. നൗൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പറയുന്നത് ആർട്ടിക്കിൾ എ ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ദാറ്റ് ബിഗിൻസ് വിത്ത് എ കോൺസ്റ്റന്റ് സൗണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞതാണ്, ഒരു കോൺസ്റ്റന്റ്, നമ്മൾ പഠിച്ചതാണ്, ഒരു കോൺസ്റ്റന്റ് ലെറ്ററിനോടൊപ്പമാണ് നമ്മൾ ആർട്ടിക്കിൾ എ യൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചു പോകുന്നത്. പക്ഷെ കോൺസ്റ്റന്റ് ലെറ്റർ അല്ല നമ്മൾ നോക്കേണ്ടത്, അവിടെ സൗണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് കോൺസ്റ്റന്റ് സൗണ്ട് ആണ് ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ എങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ എ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എ ബുക്ക് അല്ലെ. അവിടെ ബുക്ക് എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ബ് അല്ലെ, ബ് എന്നാണ്. അല്ലെങ്കിൽ സൗണ്ട് എങ്ങനെ വരുന്നത്? ബ്. അതൊരു കോൺസ്റ്റന്റ് സൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിക്കിൾ എ വേണം യൂസ് ചെയ്യാൻ. അതേപോലെ എ ഗേൾ, ഗ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വേർഡിന്റെ മുമ്പിൽ നമ്മൾ, അത്തരം വേർഡ്സിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ എ വേണം യൂസ് ചെയ്യാൻ. ഇനി ആർട്ടിക്കിൾ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ദാറ്റ് ബിഗിൻസ് വിത്ത് എ വൊവൽ സൗണ്ട്. ഓക്കെ, വൊവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് മുമ്പിലാണ് നമ്മൾ ആർട്ടിക്കിൾ ആൻ യൂസ് ചെയ്യേണ്ടത്. എന്താണ് വൊവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൊവൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടുകളായിരിക്കും വൊവൽ സൗണ്ട് അല്ലെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് സൗണ്ട് പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ വേർഡിന്റെ മുമ്പിൽ എ വേണോ ആന് വേണോ എന്ന് തീരുമാനിക്കാൻ. അല്ലാതെ ലെറ്റർ നോക്കരുത്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ വൊവൽ സൗണ്ട്സ് വേറെയാണ്, വൊവൽ ലെറ്റർ വേറെയാണ്. ഓക്കെ, വൊവൽ സൗണ്ട്സ് വേറെ, വൊവൽ ലെറ്റർ വേറെ. വൊവൽ ലെറ്റർ ആയിട്ടുള്ള എ ഇ ഐ ഒ യു അതിന്റെ സൗണ്ട്സ് രണ്ട് രീതിയിൽ വരാം. എ എന്ന വൊവൽ ലെറ്ററിന്റെ സൗണ്ട് വരിക ആ അല്ലെങ്കിൽ എ എന്നാണ്. ഇനി അതേപോലെ ഇ എന്നുള്ള വൊവൽ ലെറ്ററിന്റെ സൗണ്ട് വരിക ഇ എ
അതേപോലെ ഐ എന്നുള്ള വൊവൽ ലെറ്ററിന്റെ സൗണ്ട് വരുന്നത് ഐ ഇ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിൽ വൊവൽ സൗണ്ട് വേണം നിങ്ങൾ പഠിച്ചു വെക്കാൻ, വൊവൽ ലെറ്റർ അല്ല നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. കാരണം ഞാൻ പറയുന്നത് ആർട്ടിക്കിൾ എ ഈസ് യൂസ്ഡ് ബിഫോർ സം വേർഡ്സ് ബിഗിനിങ് വിത്ത് എ വൊവൽ ലെറ്റർ ബിക്കോസ് ഇറ്റ് സൗണ്ട് ഇസ് ദാറ്റ് ഓഫ് കോൺസണന്റ്. ചില വേർഡ്സ് വൊവൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ സൗണ്ട് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ കോൺസണന്റേതായിരിക്കും, കോൺസണന്റ് സൗണ്ടിന്റെ അല്ലെങ്കിൽ കോൺസണന്റ് ലെറ്ററിൻ്റെതായിരിക്കും. ഓക്കെ, അപ്പൊ ചില വേർഡ്സ് നമ്മൾ കാണുമ്പം അത് വൊവൽ സൗണ്ടിലാണ്, വൊവൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ വൊവൽ സൗണ്ടിലായിരിക്കില്ല, കോൺസണന്റ് സൗണ്ടിലായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ആർട്ടിക്കിൾ എ വേണം യൂസ് ചെയ്യാൻ, ആൻ യൂസ് ചെയ്യരുത്. നമ്മൾ വൊവൽ ലെറ്റർ ആണല്ലോ എന്ന് വിചാരിച്ച്, ആ വേർഡിന് മുമ്പിൽ വൊവൽ ലെറ്റർ ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആനി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? വൊവൽ ലെറ്റർ ആണെങ്കിൽ കൂടി അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കോൺസണന്റ് സൗണ്ടിലായിരിക്കും. അപ്പൊ അത്തരം വേർഡ്സിന് മുമ്പിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ആർട്ടിക്കിൾ എ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ എ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യു എന്നുള്ളത് നമുക്കറിയാം, യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള യു എന്നുള്ളത് വൊവൽ ലെറ്റർ ആണ്, പക്ഷെ യു എന്നുള്ളത് വൊവൽ സൗണ്ട് അല്ല. ഓക്കെ, യു എന്നുള്ളതിന്റെ വൊവൽ സൗണ്ട് വരിക ആ എന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യു എന്നുള്ളത് വൊവൽ സൗണ്ട് അല്ല. അപ്പൊ അതിനോടൊപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ആർട്ടിക്കിൾ ആൻ യൂസ് ചെയ്യാൻ പറ്റില്ല, ആർട്ടിക്കിൾ എ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കുറച്ച് വേർഡ്സ് ആണ് യൂറോപ്യൻ, യൂണിറ്റ്, യൂണിവേഴ്സിറ്റി, വൺ ഐഡ് മാൻ, യൂണിയൻ, യൂണിക്കോൺ, യൂസ്ഫുൾ, യുണീക്ക്, യൂണിഫോം, യൂട്ടോപ്പിയൻ. അപ്പൊ ഇതൊക്കെ വൊവൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ച ആർട്ടിക്കിൾ ആന് കൊടുക്കരുത്. അവിടെ വൊവൽ സൗണ്ട് അല്ല വരുന്നത്, അവിടെ കോൺസ്റ്റന്റ് സൗണ്ട് ആണ് വരുന്നത്. അതുകൊണ്ട് ആർട്ടിക്കിൾ എ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റർ നോക്കിയിട്ടല്ല, പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ആർട്ടിക്കിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾ ആണ് ഈവ്. ഓക്കെ, ഈവ്, അതേപോലെ ഇയർ, വീജ ബോർഡ്. ഓക്കെ, ഓജോ ബോർഡ് എന്നല്ല പറയാ, വീജ ബോർഡ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഇതിനോടൊക്കെ ആർട്ടിക്കിൾ എ ആണ് യൂസ് ചെയ്യുക, ആൻ അല്ല. കാരണം എന്താ? അവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കോൺസ്റ്റന്റ് സൗണ്ട് ആണ്. ഈവൻ വൊവൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിൽ കൂടി പ്രൊനൗൺസിയേഷൻ കോൺസ്റ്റന്റ് സൗണ്ടിൻ്റെതായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ എ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കൂ, ആർട്ടിക്കിൾ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ കോൺസണന്റ് ബിക്കോസ് അല്ലെങ്കിൽ ബട്ട് ഇറ്റ്സ് അൺപ്രൊനൗൺസ്ഡ്. ആർട്ടിക്കിൾ ആൻ നമ്മൾ ചില വേർഡ്സ് കോൺസണന്റ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടി ആർട്ടിക്കിൾ ആൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം എന്താ? അവിടെ വന്നിട്ടുള്ള കോൺസണന്റ് ലെറ്റർ സൈലന്റ് ആയിരിക്കും അല്ലെങ്കിൽ അൺപ്രൊനൗൺസ്ഡ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ സൈലന്റ് ആയിട്ടുള്ള ചില ലെറ്റേഴ്സ് ചില വേർഡ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള വേർഡ്സിന്റെ മുമ്പിൽ ചില ആർട്ടിക്കിൾ ആൻ ആണ് നമ്മൾ കൊടുക്കുക. കാരണം എന്താ? ആ ഒരു കോൺസണന്റ് ലെറ്റർ അവിടെ സൈലന്റ് ആണ്, അപ്പൊ പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ ആന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഓണർ. ഓക്കെ, അതേപോലെ ഓണസ്റ്റ്, ഓണറേറിയം, അവർ, എയർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എച്ച് സൈലന്റ് ആണ്. എച്ച് ഒരു കോൺസണന്റ് ലെറ്റർ ആണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ കോൺസണന്റ് പ്രൊനൗൺസിയേഷൻ ആണ് വരേണ്ടത്. അതുകൊണ്ട് ആർട്ടിക്കിൾ എ വേണം ചൂസ് ചെയ്യാൻ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവിടെ എച്ച് സൈലന്റ് ആയതുകൊണ്ട് അത് വൊവൽ സൗണ്ടിലോട്ട് മാറും ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആന് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ ആർട്ടിക്കിൾ ആൻ ഈസ് യൂസ്ഡ് വിത്ത് ദ അബ്രിവിയേഷൻ വിച്ച് സൗണ്ട്സ് ഇൻ വൊവൽസ്. ചില അബ്രിവിയേഷൻസിനോടൊപ്പം നമ്മൾ ആർട്ടിക്കിൾ ആൻ ആണ് യൂസ് ചെയ്യുക. കാരണം എന്താ? അത് വൊവൽ സൗണ്ടിലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ MBA എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? എം അല്ലെ, എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സൗണ്ട് നോക്കിയിട്ട് നിങ്ങൾ ആർട്ടിക്കിൾ ആന് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എം എന്നുള്ള ലെറ്റർ ആണ് എങ്കിൽ എഴുതുമ്പോൾ അങ്ങനെയാണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ MBA വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആൻ എന്നുള്ള ആർട്ടിക്കിൾ വേണം നിങ്ങൾ ഇത്തരം അബ്രിവിയേഷൻസിന്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ ആർട്ടിക്കിൾ എ ഓർ ആൻ ഈസ് യൂസ്ഡ് വെൻ എ വേർബ് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ. ഒരു വേർബിനെ നമ്മൾ നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ എയോ അല്ലെങ്കിൽ ആനോ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു സെന്റൻസിൽ നമ്മളൊരു വെർബ് ഒരു നൗൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, വെർബിനെ നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കണം, എ അല്ലെങ്കിൽ ആന് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് ഗോൺ ഫോർ എ വാക്ക്. ഓക്കെ, ഷീ ഹാസ് ഗോൺ ഫോർ എ വാക്ക്. അപ്പൊ ഈ വാക്ക് എന്നുള്ളത് ഈ സെന്റൻസിൽ വെർബായിട്ടല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്, നൗൺ ആയിട്ടാണ് അല്ലെ? ഒരു നടത്തത്തിന് അല്ലെ, നടത്തത്തിന് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വാക്ക് എന്നുള്ളത് നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് യൂസസ് ഓഫ് ദ.
അല്ലെ. അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ എന്ന ആർട്ടിക്കിളിന്റെ യൂസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? ടു ഡിനോട്ട് എ സ്പെസിഫിക് പേഴ്സൺ ഓർ ഒബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് നൗണിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു സ്പെസിഫിക് പേഴ്സൺ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്തിട്ട് വേണം പറയാം. അതേപോലെ തന്നെ ബിഫോർ യുണീക്ക് ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ യുണീക്ക് ഒബ്ജക്ട്സിനോടൊപ്പം നമ്മൾ അല്ലെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ദ വേണം യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ദ സൺ, ദ മൂൺ, ദ എർത്ത് എന്നിങ്ങനെ യൂണിവേഴ്സിലെ യുണീക്ക് ഒബ്ജക്ട്സിനോടൊപ്പം നമ്മൾ ആർട്ടിക്കിൾ ദ വേണം യൂസ് ചെയ്യാൻ. ഇനി ഹോളി ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പർ, പുണ്യഗ്രന്ഥങ്ങള്, പത്രങ്ങള് എന്നിവയുടെ ഒക്കെ നമുക്ക് ആർട്ടിക്കിൾ ദ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പുസ്തകങ്ങളൊപ്പം നമ്മൾ പറഞ്ഞു അല്ലെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. എന്നാൽ ആ പുസ്തകത്തിന്റെ ഓതറിന്റെ പേര്, ആ ബുക്ക് എഴുതിയ ആളുടെ പേര് ആ പുസ്തകത്തിന്റെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ആർട്ടിക്കിൾ ദ ഉപയോഗിക്കരുത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ് എന്നുള്ള ഷേക്സ്പിയറിന്റെ പുസ്തകം അല്ലെ. അപ്പൊ ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് റിവേഴ്സ്, കനാൽ, സീ, ഓഷ്യൻ, സ്ട്രേറ്റ്, ഗൾഫ്, ബേ എന്നിവയുടെ മുമ്പിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? എന്നിവയുടെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ. അപ്പൊ റിവർ, കനാല്, സീ, ഓഷ്യൻ, ഗൾഫ്, ബേ, സ്ട്രേറ്റ്സ് എന്നിവയുടെ മുമ്പിലൊക്കെ നമ്മൾ ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ പറഞ്ഞ മൗണ്ടൈൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ്. മൗണ്ടൈൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് എന്നിവയ്ക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ. മൗണ്ടൈൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ്. പക്ഷെ മൗണ്ടൻ പീക്ക് ആണ് എങ്കിൽ ഒരൊറ്റ കൊടുമുടി, റേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വത നിരകളാണ്, ഗ്രൂപ്പാണ് അല്ലെ. പക്ഷെ പീക്ക് ഒരൊറ്റ കൊടുമുടിയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ട? ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡിന്റെ മുമ്പിൽ നമ്മൾ ദ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണം. പക്ഷെ ഒരൊറ്റ ഐലാൻഡ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരുകളുടെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം. സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ ദ യൂസ്. എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ? ഒരുപാട് ആളുകളിൽ നിന്നും നമ്മൾ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതിന് മുമ്പിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. ഇനി മോണ്യുമെന്റ്സ്, ഓക്കെ, സ്മാരകങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഓർഡിനൽ നമ്പേഴ്സ്. എന്താണ് ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ്, സെക്കൻഡ് അല്ലെ. അതായത് നമ്മൾ പൊസിഷനെ അല്ലെങ്കിൽ ഓർഡറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് ഓർഡിനൽ നമ്പേഴ്സ് അല്ലെ. ഒരാളുടെ പൊസിഷനെ പറയാൻ അല്ലെങ്കിൽ ഓർഡർ പറയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓർഡിനൽ നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ നമ്മൾ ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് വേണം അത് പറയാനായിട്ട്. ഇനി ഒഫീഷ്യൽ സ്റ്റാറ്റസുകൾക്ക് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. നെയിംസ് ഓഫ് യൂണിയൻ അല്ലെ, ഒരു സംഘടനകൾക്ക് മുമ്പിൽ, ലോക സംഘടനകൾക്ക് മുമ്പിലൊക്കെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് വേണം പറയാം. ഏത് ആർട്ടിക്കിളാണ്? ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. നെയിം ഓഫ് എയർവേസ് ഓർ ട്രെയിൻസിന്റെയും എയർവേസിന്റെയും പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. അതേപോലെ നെയിം ഓഫ് റിലീജിയൻ, ഓക്കെ, നെയിം ഓഫ് റിലീജിയൻ, മതങ്ങളുടെ പേരുകൾക്ക് മുമ്പിലും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. അതുപോലെ ഡേറ്റ്സ്, തീയതികൾക്ക് മുമ്പിൽ, ആർമി, പോലീസ് എന്നിവക്ക് മുമ്പിൽ, നെയിം ഓഫ് ട്രോഫീസ് ഓർ കപ്പ്, ഓക്കെ, ട്രോഫികളുടെയും കപ്പുകളുടെയും പേരുകൾക്ക് മുമ്പിൽ, നെയിം ഓഫ് എറ, റവല്യൂഷൻ ആൻഡ് വാർ, ഓക്കെ, യുദ്ധങ്ങളും വിപ്ലവങ്ങളുടെയും യുഗങ്ങളുടെ പേരുകൾക്ക് മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന ഭാഗത്ത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.